ഓരോ മനുഷ്യർക്കും ഭൂമിയിൽ ഓരോ വഴിയുണ്ട്, എങ്ങനെ ജീവിക്കണമെന്ന് ഒരു വഴിയുണ്ട്. അത് ഈ ഭൂമിയിൽ വരുന്നതെല്ലാം നക്ഷത്രങ്ങളാണ് ഭൂമിയിലെ വരുന്നത്. 27 നക്ഷത്രങ്ങൾ ഭൂമിയിൽ വരും. ഈ നക്ഷത്രങ്ങളെല്ലാം 12 വാതിലിൽ കൂടി വരും. 12 വാതിലും 12 രാശികളാണ്. ഈ 12ഉം 12 വാതിലുകളായി വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുമ്പം ഏത് വഴിയിലാണ് നമ്മൾ പോകേണ്ടത്, നമ്മൾ പോകേണ്ട വഴി ഏതാണ് എന്ന് നമ്മുടെ ജാതകത്തിൽ അവിടെ കുറിച്ച് വച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്ന നേരത്ത് ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നു എന്നും ഒരു ദിവസത്തിൽ ഏത് സമയത്തിൽ ജനിക്കുന്നു എന്നും വേറുപെടുത്തി വച്ചിട്ടുണ്ട്. ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്നത് രാശിയാണ്. ഒരു ലഗ്നത്തിൽ ജനിക്കുന്നത് ആ ദിവസം ഏത് സമയത്തിൽ നമ്മൾ ജനിക്കുന്നുവോ അത് ഒരു ലഗ്നമായി മാറും. ഈ ലഗ്നം കൊണ്ട് നമ്മൾ വിധിയെ തീരുമാനിക്കാം. എങ്ങനെ തീരുമാനിക്കും? ഒരു രാശി മേടരാശിയാണ്. ഈ മേടരാശി സ്പിരിച്വൽ രാശിയിലാണോ നമ്മൾ പോകേണ്ടത്, സ്പിരിച്വൽ വഴിയിലാണോ പോകേണ്ടത്, അല്ലാതെ ഈ ലോകത്തിലിരിക്കുന്ന രാഷ്ട്രീയം കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വഴിയിലാണോ പോകേണ്ടത്? അത് അല്ലാതെ നമ്മൾ ബിസിനസ് നോക്കിയാണോ ജോലി നോക്കിയാണോ പോകേണ്ടത്? ഇങ്ങനെ ഒരു 3 വഴിയുണ്ട്. ഒന്ന് മെറ്റീരിയലായിട്ട് അതിൻ്റെ പുറകെ പോവാനും, ഒന്ന് രാഷ്ട്രീയമായിട്ട് അതിൻ്റെ പുറകെ പോവാനും, ഒന്ന് സ്പിരിച്വലായിട്ട് ദൈവത്തിൻ്റെ പുറകെ പോകാനുമായിട്ട് 3 വഴിയുണ്ട്. ഈ 3 വഴി എങ്ങനെ കണ്ടുപിടിക്കും? സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.